അടുത്ത ചോദ്യം, വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ ഒരാള് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ട്, എത്ര രൂപ നിക്ഷേപിച്ചത്? 2000 രൂപയാണ് നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് എത്രയാണ്? 2205 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കൂട്ടുപലിശന്റെ ഇക്വേഷൻ അറിയാം. കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/100 റേസ് ടു N ആണ്. ഇവിടെ A എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സംഖ്യ, ടോട്ടൽ സംഖ്യ. P എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത സംഖ്യ അല്ലെങ്കിൽ കടമെടുത്ത സംഖ്യ, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. N എന്ന് പറഞ്ഞാൽ എത്ര ഇയർ ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ 2 വർഷം ആവുകൊണ്ട് N 2 ആണ്. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ R ആണ് ഇതിൽ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ A എത്രയാണ്? 2205 രൂപയാണ്. ഈക്വൽ ടു P എത്രയാണ്? 2000 ഇൻറ്റു 1 പ്ലസ് R ഡിവൈഡ് ബൈ 100 ഹോൾ റേസ് ടു N എത്രയാണ്? 2. വാട്സപ്പിൽ ഈ 2000 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ 2205 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം. 2000-നെയും 2205-നെയും 5 കൊണ്ട് വെട്ടിയാൽ 2000-ൽ എത്ര 5 ഉണ്ട്? 405 ഉണ്ട്. 2205-ൽ 5 കൊണ്ട് വെട്ടിയാൽ നമുക്ക് 441 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 441/400 ഈക്വൽ ടു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു 2 എന്ന് കിട്ടി. 441 എന്ന് പറഞ്ഞാൽ എത്ര? 21-ന്റെ സ്ക്വയറാണ്. അതേപോലെ 400 എന്ന് പറഞ്ഞാൽ 20-ന്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ലെഫ്റ്റ് സൈഡിൽ 21/20 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആണെന്ത്? 1 പ്ലസ് R/100 ഹോൾ സ്ക്വയർ. രണ്ട് ഭാഗത്തും സ്ക്വയർ ഒഴിവാക്കിയാൽ നമുക്ക് 21/20 ആണ് 1 പ്ലസ് R/100. വാട്സപ്പിൽ ഈ 1 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 21/20 ഇവിടെ ഉണ്ട്, -1 ആവും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 20 × 1 20, 21 - 20/20 വരും. അപ്പോൾ 21 20 പോയാൽ 1, അപ്പോൾ അത് ഇവിടെ 1/20 എന്ന് വരും. 1/20. വാട്സപ്പിൽ ഈ 100 അങ്ങോട്ട് കൊണ്ടുവരാം, അപ്പോൾ ഇൻറ്റു 100 വരും. പിന്നെ ഇവിടെ 6 മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ 0 0 വെട്ടി 10/2 എത്രയാണ്? 5. 5. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 5%. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികർണം 12 സെന്റിമീറ്റർ ആകുന്നു. അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എത്ര? ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും തുല്യമായിരിക്കും. ഓക്കെ, നീളം A ആണെങ്കിൽ വീതിയും A ആയിരിക്കും. അതാണ് സമചതുരം എന്ന് പറഞ്ഞത്. ഈ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം തന്നിട്ടുണ്ട്. വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണലി. ഇതിന്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? ഡയഗണലി എത്രയാണ്? 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവാണ് കാണേണ്ടത്. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, വിസ്തീർണം എന്ന് പറഞ്ഞാൽ A² ആണ്. അപ്പോൾ നമ്മൾ A കാണണം, എങ്കിലേ നമുക്ക് പരപ്പളവ് കാണാൻ കഴിയുള്ളൂ. A കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ, ഇതൊരു മട്ടത്രികോണാണ്. ഡയഗ്രാമിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു മട്ടത്രികോണാണ്. ഇത് A ആണ്, ഇതും എന്താണ്? A ആണ്. ഓക്കെ, ഇത് ഡയഗണലാണ്. അപ്പോൾ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്കറിയാം D² ഈക്വൽ ടു, അതായത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് D² ഈക്വൽ ടു A² പ്ലസ് A² 2A² ആണ്. സോ D എന്ന് പറഞ്ഞാൽ √2 × A ആണ്. ഓക്കെ, അപ്പോൾ D ഈക്വൽ ടു √2 × A. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാ? 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A ഈക്വൽ ടു എന്താണ്? 12/√2 ആണ്. എയുടെ വാല്യൂ കിട്ടി നമുക്ക്. A അല്ല കാണേണ്ടത്, നമുക്ക് ഏരിയ A² ആണ് കാണേണ്ടത്. സോ ഏരിയ A ഈക്വൽ ടു A² ഈക്വൽ ടു A² എന്ന് പറയുമ്പോൾ 12/√2-ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് 12-ന്റെ സ്ക്വയർ 144/√2-ന്റെ സ്ക്വയർ 2. 144 2 കൊണ്ട് കിട്ടിയാൽ ഇവിടെ 7 വരും, 72. എത്ര വരിക? 72 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ത്? ആൻസർ. ഓക്കെ, നമ്മളെ ഓപ്ഷനിൽ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം, ഒരു പരീക്ഷയ്ക്ക് ഹാജരായവരിൽ 49.3 കുട്ടികൾ 3% കുട്ടികൾ വിജയിച്ചു. ജയിച്ചവരുടെ എണ്ണം 23,128 ആയാൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? ഒരു പരീക്ഷയിൽ എക്സാം എഴുതിയ കുട്ടികളിൽ 49.3% കുട്ടികൾ പാസ്സായി. പാസ്സായ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 23,128. അതായത് 49 ആകെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ 49.3% കുട്ടികൾ വിജയിച്ചു. അത് എത്ര എണ്ണാണ്? 23,128 ആണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി? പരീക്ഷ എഴുതിയ കുട്ടികളിൽ 49.3% കുട്ടികളാണ് ഇത്. പരീക്ഷ എഴുതിയ എത്ര ശതമാനം കുട്ടികളാണ്? 100% കുട്ടികളാണ് പരീക്ഷ എഴുതുക, അല്ലേ? നമ്മൾ അതിലല്ലേ ശതമാനം കാണുക. അപ്പൊ 100% നമുക്ക് കാണേണ്ടത്. അതിൽ 49.3% തന്നിട്ടുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ 49.3% 23,128. അപ്പൊ 1% കാണാൻ എന്ത് ചെയ്താൽ മതി? 23,128നെ 49.3 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതാണ് 1%. നമുക്ക് കാണേണ്ട 100%. ഇൻറ്റു 100 ഇത് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് ഇവിടെ നഷ്ടപ്പെടും ഈ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ 49.3% എന്ത്? 23,128. ഈ 49.3 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് എത്ര ശതമാനമാണ്? 50% അല്ലേ? ഒരു 0.7 കുറവേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 100% വേണ്ടത്. അപ്പോൾ ഇത് 50% എടുത്താൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? 100% കിട്ടും. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 23,128 പ്ലസ് 23,128. 50% പ്ലസ് 50%. ഇത് കൂട്ടുമ്പോൾ 8 + 8 16 6 ശിഷ്ടം 1 2 + 2 4 4 1 5 1 + 1 2 3 + 3 6 2 + 2 4 46,256 ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്, നമ്മളിവിടെ 50 ആക്കി എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു 0.7% കുറവുണ്ടാവും. 0.7% കുറവുണ്ടാവും ഇതിൽ. ഓക്കെ, അപ്പോൾ 46,256 മുകളിലാണ് നമ്മൾ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് ഓപ്ഷൻ എ തന്നെയാണ്. 46,913 ആയി. 45 ആവില്ല, 47 ആവില്ല, 46 ആവില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. അടുത്ത ചോദ്യം, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 2 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡ് സമയമെടുത്തു എങ്കിൽ ട്രെയിനിന്റെ വേഗത എത്ര? ഒരു ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 150 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. v വെലോസിറ്റിയിൽ ആണിത് സഞ്ചരിക്കുന്നത്. നമുക്ക് ട്രെയിനിന്റെ വെലോസിറ്റി ആണ് കാണേണ്ടത്. ഓക്കെ, ട്രെയിനിന്റെ വെലോസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ട്രെയിന് ഇവിടെ ഒരാള് നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദിസ് പേഴ്സൺ എത്രയാണ്? 2 km/h എന്ന് തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഈ ട്രെയിൻ കടന്നു പോകാനുള്ള സമയം, പാസ് ചെയ്ത് പോകാനുള്ള സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിന്റെ വേഗതയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി ഓഫ് പേഴ്സൺ km/മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. ടൈം, പാസ് ചെയ്ത ടൈം സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അതേപോലെ ട്രെയിനിന്റെ ലെങ്ത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വെലോസിറ്റി km/hലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡിനെയും അതുപോലെ തന്നെ ഈ മീറ്ററിനെയും കിലോമീറ്ററും അവറും ആക്കി മാറ്റണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 150 നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. സോ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് × 60 സെക്കൻഡ് ആണ്. സോ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 × 60 അവർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ 150 മീറ്റർ, അതായത് 150 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 ആണ്. 150 100 അല്ല 1000. അപ്പോൾ 150/1000 കിലോമീറ്റർ ആണ് ലെങ്ത് ഓഫ് ട്രെയിൻ. അതേപോലെ തന്നെ
പാസ് ചെയ്ത ടൈം 10 സെക്കൻഡാണ്. 10 ഇൻറ്റു 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 ഇൻറ്റു 60 ഇത്രയും മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും കിലോമീറ്ററിലായി, ഇതും മണിക്കൂറിലായി. ഇനി നമുക്ക് കാണേണ്ട കാര്യങ്ങൾക്ക് വരാം. നമുക്ക് വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി ഓഫ് ട്രെയിനും അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് പേഴ്സണും രണ്ടും ഒരേ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ട്രെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് പേഴ്സൺ ആണ്, റിലേറ്റീവ് വെലോസിറ്റി ആണത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം. വെലോസിറ്റിന്റെ ഇക്വേഷൻ അതാണല്ലോ. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ് കാണേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വി പി വെലോസിറ്റി ഓഫ് പേഴ്സൺ ആ ഭാഗത്തേക്ക് ഉണ്ടായാലും വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ ടി പ്ലസ് വി പി. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 150/1000 ആണ്. ടൈം എത്രയാണ്? 10/60 × 60. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് ഗുണിക്കാം. 60 × 60/10 പ്ലസ് എന്തുണ്ട്? വി പി ഉണ്ട്. വി പി എത്രയാണ്? 2 km/h ആണ്. ഇത് ചെയ്യുമ്പോൾ ഈ സീറോയും വെട്ടാം, ഈ സീറോയും വെട്ടാം. ഓക്കെ, പിന്നെ 15-നെ 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 ഉണ്ടാവും. 10-നെ 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 ഉണ്ടാവും. ഈ 2-നെയും 6-നെയും വെട്ടിയാൽ ഇവിടെ 3 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് 3 × 3 × 6 വരും. 3 × 3 9, 9 × 6 54 പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 56 km/h എന്ന് വരും. വെലോസിറ്റി ഓഫ് ട്രെയിൻ എത്രയാണ്? 56 km/h ആണ്. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ടാങ്ക് അതിന്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിന്റെ 4/5 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിന്റെ യഥാർത്ഥ ശേഷി എത്ര? ഒരു ടാങ്ക്, ഈ ടാങ്കിന്റെ വോളിയം വി ആണെന്ന് വിചാരിക്കാം. ടാങ്കിന്റെ വോളിയം എത്രയാണ്? വി ആണെങ്കിൽ ഇതില് 3/4 ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ 3/4 ഇൻറ്റു വോളിയം, ഇത്രയും വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിലേക്കൊരു 5 ലിറ്റർ എക്സ്ട്രാ ഒഴിച്ചു. അപ്പോ എത്ര ഭാഗമായി? 4/5 ഭാഗം നിറഞ്ഞു. ദാറ്റ് ഈസ് 4/5 ഭാഗം ടോട്ടൽ വോളിയത്തിന്റെ വെള്ളമായി. അങ്ങനെയാണെങ്കിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ടാങ്കിന്റെ യഥാർത്ഥ ശേഷി എത്രയാണ്. അപ്പോൾ യഥാർത്ഥ വോളിയം എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ലിറ്ററിൽ നമുക്ക് വോളിയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വോളിയം കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3/4 വി ഉണ്ട്, ഇവിടെ 4/5 വി ഉണ്ട്. അപ്പോൾ ഈ വീനെ അങ്ങോട്ട് 4/5 വീനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ, അതേപോലെ അല്ലെങ്കിൽ ഈ 3/4 വീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ പിന്നെ 5 ലിറ്റർ ഉണ്ടാവുള്ളൂ. 5 ലിറ്റർ ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? 4/5 വി മൈനസ് 3/4 വി. ഓക്കെ, that is 5 liter equal to 4 × 4 16 v minus 5 × 3 15 v divided by 5 × 4 20. That is 16 v ന്ന് 15 v പോയി കഴിഞ്ഞാൽ 1 v ഉണ്ടാവും, divided by 20. നമുക്ക് 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ v/20 ആണ്. v20 അങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ v കിട്ടൂലേ. സോ v ഈക്വൽ ടു 20 × 5 ലിറ്റർ. 20 × 5 ലിറ്റർ എത്രയാണ്? 100 ലിറ്റർ ആണ്. അപ്പോൾ ടാങ്കിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ ആണ്. 100 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 7, 9, 11, 13 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒറ്റയാനെ കണ്ടെത്തുക. 7, 9, 11, 13 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ 7 പ്രൈം നമ്പർ ആണ്, അതുപോലെ തന്നെ 11 പ്രൈം നമ്പർ ആണ്, 13 പ്രൈം നമ്പർ ആണ്, 9 പ്രൈം നമ്പർ അല്ല. ഇവിടെ ഒറ്റപ്പെട്ടത് 9 ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ പൂർണ്ണമായിട്ട്. ഓക്കെ, അതായത് 7-നെ നമുക്ക് 1 × 7 എന്ന് എഴുതാൻ കഴിയുള്ളൂ. 11-നെ നമുക്ക് 1 × 11 എന്ന് എഴുതാൻ കഴിയുള്ളൂ.
13 നമുക്ക് 1 ഇൻറ്റു 13 എന്ന് എഴുതാൻ കഴിയുള്ളൂ. പക്ഷെ 9 നമുക്ക് 3 ഇൻറ്റു 3 എഴുതാം. അതായത് 3 കൊണ്ടും 1 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാം 9. സോ 9 പ്രൈം നമ്പർ അല്ല, ഇവിടെ ഒറ്റപ്പെട്ടത് 9 ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്ലസ് ഈക്വൽ ടു ഹരിക്കണം, ഹരണം ഈക്വൽ ടു മൈനസ്, മൈനസ് ഈക്വൽ ടു ഇൻറ്റു, ഇൻറ്റു ഈക്വൽ ടു പ്ലസ് ആയാൽ 48 പ്ലസ് 16 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 8 ഈക്വൽ ടു വാട്ട്? നമുക്ക് എന്താ കണ്ടത്? 48 പ്ലസ് 16 ഹരിക്കണം 4 മൈനസ് 2 ഇൻറ്റു 8, ഇതാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റണം. നമ്മോട് പറഞ്ഞിട്ടുള്ളത് പ്ലസും മൈനസും പ്ലസും ഹരണം മൈനസ് ഇൻറ്റു, ഈ ചിഹ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം, നമ്മോട് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഖ്യകൾ മാത്രം എടുത്ത് എഴുതുകയാണ്. 48, 16, 4, 2, 8. ഇവിടെ പ്ലസ് ആണുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ഈക്വൽ ടു ഹരിക്കണം, അപ്പോൾ ഇവിടെ ഹരണം കൊടുക്കണം. അടുത്ത ചിഹ്നം ഹരിക്കണമാണ്, ഹരണം ഈക്വൽ ടു മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് എഴുതാം. അടുത്ത ചിഹ്നം മൈനസ് ആണ്, മൈനസ് ഈക്വൽ ടു ഇൻറ്റു ആണ്, അപ്പോൾ ഇവിടെ ഇൻറ്റു എഴുതണം. അടുത്ത ചിഹ്നം ഇൻറ്റു ആണ്, ഇൻറ്റു ഈക്വൽ ടു പ്ലസ് ആണ്, അപ്പോൾ ഇവിടെ പ്ലസ് എഴുതണം. അപ്പോൾ നമുക്ക് ഇതാണ് കാണേണ്ടത്. ഇത് കാണുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസ് റൂൾ എന്താണ്? ബോർഡ് മാസ് റൂൾ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഡിവിഷൻ ചെയ്യണം. 48/16. ഓക്കെ, 48/16 എന്ന് പറയുമ്പോൾ 3 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവിഷൻ ചെയ്യണം. അതായത് 4 ഇൻറ്റു 2 വരും. 4 ഇൻറ്റു 2 എത്ര? 8 ആണ്. അപ്പോൾ നമുക്കിവിടെ 3 മൈനസ് 8, പിന്നെ ഇവിടെ എന്തുണ്ട്? പ്ലസ് 8 ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? പ്ലസ് 8 മൈനസ് 8 ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ ഉണ്ടാവുക? 3 ആണ് ഉണ്ടാവുക. ഫൈനൽ ആൻസർ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.